രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നില്ലേ? പഠിക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തവയൊക്കെ വായിച്ചു നോക്കിയോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥനയോടെ ആരംഭിക്കാം അല്ലേ? കൈകൾ കൂപ്പി ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുവാനും മാതാപിതാക്കളെയും ദൈവത്തെയും ഗുരുഭൂതരെയും അനുസരിച്ച് നല്ല മക്കളായി വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രാർത്ഥിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വർക്കുകളൊക്കെ അയച്ചു കൊടുത്തോ? ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടോ? മിടുക്കരായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് അയച്ചല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചേ? എന്തൊക്കെയായിരുന്നു? ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെ കുറിച്ചാണല്ലേ നമ്മൾ പഠിച്ചത്. ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് ഒരു കൽപ്പന നൽകിയിരുന്നു. ആർക്കും ഓർമ്മയുള്ളേ? ഓർമ്മയുള്ളവരൊന്ന് ഉറക്കെ പറഞ്ഞേ. എന്തായിരുന്നു? തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം കഴിക്കരുത് എന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായി? ആദ്യ മാതാപിതാക്കൾ ദൈവത്തോടു കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അസൂയക്കാരനായ സാത്താനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അവൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയാണ്. എന്താണ് പ്രേരിപ്പിച്ചത്? ദൈവം തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷത്തിലെ പഴം കഴിക്കാൻ ഹവ്വയെ പ്രേരിപ്പിക്കുകയാണ്. ഏത് രൂപത്തിലാണ് വന്ന സാത്താൻ? ഏത് രൂപത്തിലായിരുന്നു? മിടുക്കർ. സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ ഹവ്വയുടെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഈ പഴം കഴിച്ചാൽ ദൈവത്തിൻ്റെ പോലെ ആകുമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഹവ്വയും ആദവും ആ പഴം കഴിക്കുകയാണ്. അങ്ങനെ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ദൈവത്തെ മറന്നു, ദൈവകൽപ്പന ലംഘിച്ചു, ദൈവസ്നേഹം നിരസിച്ചു. അങ്ങനെ അവർ പാപം ചെയ്തു. പാപം ചെയ്ത ആദ്യ മാതാപിതാക്കൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? എന്തായിരിക്കാം? നമ്മളെല്ലാം കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് എന്താണ് തോന്നാറ്? ഒരു ഉദാഹരണം പറയാം ടീച്ചർ. അമ്മ പറഞ്ഞു നിങ്ങളോട് നല്ലൊരു പലഹാരം നിങ്ങൾക്ക് കഴിക്കാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ കഴിക്കേണ്ട, കുറച്ച് കഴിഞ്ഞ് പിന്നീട് അമ്മ തരാം, അപ്പോൾ കഴിച്ചാൽ മതിയെന്ന് പറയാണ്. നിങ്ങൾക്ക് കൊതി കാരണം അത് കഴിക്കാനായിട്ട് വല്ലാത്ത ആഗ്രഹം. നിങ്ങൾ അമ്മയും പപ്പയും ഒന്നും ഇല്ലാത്തപ്പോൾ ഒളിച്ചു പോയിട്ട് അത് കഴിക്കുകയാണ്. അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അമ്മ വന്ന് അന്വേഷിക്കുകയാണ്, ഇതാരാണ് കഴിച്ചത്, ആരോട് ചോദിച്ചിട്ടാണ് കഴിച്ചത് എന്ന് പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെടും. അമ്മ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? എന്താ തോന്നാറ്? ചിലവരൊക്കെ ചിരിക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു വികൃതികളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പിന്നെ തോന്നുക? നിങ്ങൾ ഒളിച്ചു നിന്ന് പേടിച്ച് നാണത്തോടെ അമ്മയുടെ മുമ്പിലേക്ക് വരില്ലല്ലേ? അമ്മ വഴക്ക് പറഞ്ഞാലോ, അമ്മയ്ക്ക് ദേഷ്യം വന്നാലോ എന്നൊക്കെ തോന്നിയിട്ടല്ലേ? നാണവും പേടിയും ഒക്കെ തോന്നാറുണ്ട് അല്ലേ? ഇതുപോലെ ദൈവം പറഞ്ഞതനുസരിക്കാതിരുന്ന ആദ്യ മാതാപിതാക്കൾക്കും ഇത്തരത്തിൽ പേടിയും നാണവും ഒക്കെ തോന്നാണ്. അനുസരണക്കേട് കാട്ടിയത് മൂലം അവർക്ക് ദൈവത്തിന് മുമ്പിലേക്ക് വരാൻ പേടി തോന്നി. അന്ന് ദൈവം വൈകിട്ട് തോട്ടത്തിലേക്ക് ഉലാത്താൻ വേണ്ടി വരാണ്. അപ്പോൾ ആദ്യത്തെ അവയും കാണാനില്ല. ദൈവം ഒരുപാട് അന്വേഷിച്ചു. പക്ഷെ അവർക്ക് അനുസരണക്കേട് കാണിച്ചത് മൂലം ദൈവത്തിന് മുമ്പിൽ വരാൻ പേടിയായിട്ട് അവർ മരങ്ങൾക്കുള്ളിൽ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിന് അത് ഒരുപാട് വിഷമമാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പാപം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ദൈവത്തിന് നമ്മളെപ്പോഴും ചേർന്നിരിക്കണം, നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന് അത് വിഷമമാണ്. ടീച്ചർ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാം. നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? നിങ്ങളെപ്പോലെ മിടുക്കിയായ ഒരു അന്നക്കുട്ടിയുടെ കഥയാണ്. ഒരിക്കലും ഒരിടത്ത് ഒരു അന്നക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ ദൈവത്തെ പറയുന്നതനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, മാതാപിതാക്കളെ സ്നേഹിച്ച് നന്മ ചെയ്ത് വളർന്നിരുന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു. അവൾക്ക് അവളുടെ കാവൽ മാലാഖയെ വളരെ ഇഷ്ടമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു കാവൽ മാലാഖ അല്ലേ? നിങ്ങൾക്കും ഉണ്ട് ഒരു കുഞ്ഞു കാവൽ മാലാഖമാർ. നിങ്ങളെ നേർവഴിക്ക് നടത്താൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്ന് ചേർത്തി വളർത്താൻ, ദൈവം പറയുന്നതൊക്കെ അനുസരിപ്പിക്കാൻ,
നിങ്ങളോട് കൂടെ നടക്കുന്ന നിങ്ങളുടെ സ്വന്തം കാവൽ മാലാഖമാർ. അന്നക്കുട്ടിക്കും ഇതുപോലൊരു കാവൽ മാലാഖി ഉണ്ടായിരുന്നു. അവൾക്ക് ആ കാവൽ മാലാഖി ഒരുപാട് ഇഷ്ടമാണ്. കാവൽ മാലാഖയുടെ കൂടെ പ്രാർത്ഥിക്കും, പഠിക്കും, കളിക്കും. ഇന്നും വൈകിട്ട് കാവൽ മാലാഖയുടെ കൂടെ അന്നക്കുട്ടിയും കൂട്ടുകാരും ഒരു മരച്ചുവട്ടിൽ കളിക്കാൻ പോവായിരുന്നു. ഒരിക്കൽ കാവൽ മാലാഖ പറയും, നീ ചെറിയ തെറ്റുകളൊക്കെ കുറുമ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. നീ അങ്ങനെ കുറുമ്പുകൾ കാണിച്ച് തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ എന്നെ പിന്നെ നിനക്ക് കാണാൻ പറ്റില്ല. ഞാൻ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കും. അപ്പോൾ അവൾക്ക് വിഷമായി. അയ്യോ, ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന് അത് വിഷമാവില്ലേ, ഞാൻ ചെയ്യില്ല എന്നൊക്കെ അവൾ പറയും. പക്ഷേ ഒരിക്കൽ അന്നക്കുട്ടിയും കൂട്ടുകാരും തമ്മിൽ വഴക്കുകൂടാണ്. അവൾ ഒരുപാട് കുറുമ്പ് കാണിച്ച് വികൃതി കാണിച്ച് ഒരു കൂട്ടുകാരനെ തള്ളിയിട്ട് വേദനിപ്പിക്കും. ഇത് കണ്ടപ്പോൾ കാവൽ മാലാഖയ്ക്ക് ഒരുപാട് വിഷമായി. അന്നക്കുട്ടി കുറുമ്പ് കാണിച്ചില്ലേ, കാവൽ മാലാഖ അവളിൽ നിന്നും മറഞ്ഞുപോയി. അവൾ എത്ര അന്വേഷിച്ചിട്ടും കാവൽ മാലാഖയെ കാണാനില്ല. അവൾക്ക് വളരെ വിഷമാവും. അന്ന് മുഴുവൻ അവൾ കരയും, ഭക്ഷണമൊന്നും കഴിക്കില്ല. പിന്നീട് പിറ്റേ ദിവസം കാലത്ത് അവൾ കളിക്കാറുള്ള ആ മരച്ചോട്ടിൽ അവൾ വരും. കാവൽ മാലാഖയെ അവിടെയൊക്കെ അന്വേഷിക്കും. അവൾ ഉപദ്രവിച്ച കൂട്ടുകാരും മറ്റു കൂട്ടുകാരൊക്കെ അവളുടെ അടുത്തേക്ക് വരും. പക്ഷെ അവൾക്കൊരു സന്തോഷമില്ല, അവൾക്ക് കളിക്കാൻ തോന്നുന്നില്ല. കാവൽ മാലാഖയെ കാണാനില്ലല്ലോ. കാവൽ മാലാഖ ഇതൊക്കെ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരിക, കാവൽ മാലാഖ ഒരിക്കൽ പറഞ്ഞിരുന്നു, കുറുമ്പ് കാണിച്ച് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയ കാവൽ മാലാഖ മറഞ്ഞിരിക്കും. പിന്നീട് മാപ്പ് ചോദിച്ച് ദൈവസ്നേഹത്തിലും മറ്റുള്ളവരോടൊക്കെ നന്മ ചെയ്ത് ജീവിക്കുന്നത് കണ്ട ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ കാവൽ മാലാഖ തിരിച്ചു വരുമെന്ന് അന്നക്കുട്ടിയോട് പറഞ്ഞിരുന്നു. അന്നക്കുട്ടിക്ക് അത് ഓർമ്മ വരും. അന്നക്കുട്ടി വേഗം കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് വിളിച്ചു പറയും. എന്താണ് പറയുക? നമുക്ക് ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കണ്ട് കാവൽ മാലാഖ ആ മരപ്പൊത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും പറന്നു വരും. എന്നിട്ട് അന്നക്കുട്ടിയോട് പറയും, നീ ഒരു തെറ്റ് ചെയ്തു, നീ നിൻ്റെ കൂട്ടുകാരനെ ഉപദ്രവിച്ചു, അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. നീ അതിന് അവനോട് മാപ്പ് ചോദിച്ചോ? നീ അവനോട് മാപ്പ് ചോദിക്കണം, ദൈവത്തോടും മാപ്പ് ചോദിക്കണം, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ദൈവത്തിന് നിന്നോട് കൂടുതൽ ഇഷ്ടം തോന്നുക. അപ്പോൾ അവൾ വേഗം കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് അവനോട് മാപ്പ് ചോദിക്കും. സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരെല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കും. അന്നു മുതലേ തെറ്റുകൾ ചെയ്യാതെ, കുറുമ്പുകൾ കാണിക്കാതെ, ഇനി ഏതെങ്കിലും ചെറിയ തെറ്റുകൾ പോലും ചെയ്താൽ ദൈവത്തോട് മാപ്പ് ചോദിച്ച് വീണ്ടും വീണ്ടും ദൈവസ്നേഹത്തിൽ അവർ ഒന്നിക്കും. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞു, നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുവാണെന്ന്. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ്. എങ്ങനെയാണ് വീണ്ടും നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക? നമ്മുടെ പ്രാർത്ഥനയിലൂടെ, അല്ലേ? ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പോൾ നല്ല മക്കളായിട്ട് മാതാപിതാക്കൾ പറയുന്നതും ഗുരുഭൂതർ പറയുന്നതും മുതിർന്നവർ പറയുന്നതൊക്കെ അനുസരിച്ച് അവരെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവത്തോട് അനുസരിച്ച് നല്ല മക്കളായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ നല്ല മക്കളായിട്ട് ഇനി ജീവിക്കില്ലേ? അപ്പോൾ നമുക്കൊരു പ്രവർത്തനം ചെയ്താലോ? ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യ മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റ് ഓർമ്മയുണ്ടോ? അത് ഓർത്തെടുത്ത് മാതാപിതാക്കളുടെ സഹായത്തോടെ ആ പ്രവർത്തനം നിങ്ങൾ ചെയ്യണം. പേജ് നമ്പർ 20 ലാസ്റ്റ് ഒരു പ്രവർത്തനമുണ്ട്. അതിന് ശരി ഉത്തരം 2 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വയും ചെയ്ത പാപം എന്ത്? അതിന് കുറച്ച് ഉത്തരങ്ങൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഉത്തരത്തിന് നേരെയുള്ള ബോക്സിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, പാപത്തിൻ്റെ ഫലം എന്ത്? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും മിടുക്കരായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കി നിങ്ങൾ കണ്ടെത്തി എഴുതണം. എഴുതിയിട്ട് നിങ്ങളുടെ കാറ്റഗിസം അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ചെയ്യില്ലേ? നല്ല കുട്ടികളല്ലേ? അപ്പോൾ നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച തെറ്റിനെ കുറിച്ച്, അവർ പാപം ചെയ്ത് ദൈവത്തെക്കുറിച്ച് അകന്നത് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഒരു പാട്ടിലൂടെ ഓർത്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമല്ലേ പാട്ട്?
നമുക്ക് പഠിക്കാനുള്ള ഒരു പാട്ടാണ്. നമുക്ക് പാടാമെന്ന് പറഞ്ഞ് നമ്മുടെ പാഠത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 19 ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാട്ട് ടീച്ചർ ഓരോ വരിയായിട്ട് മക്കൾക്ക് ഇപ്പോൾ ചൊല്ലിത്തരും. ടീച്ചറോട് കൂടെ അത് ഏറ്റു ചൊല്ലണം. ചൊല്ലല്ലേ? റെഡിയല്ലേ? ദൈവത്തിൻ തിരുകൽപ്പനകൾ ആദിപിതാക്കൾ ലംഘിച്ചു. ദൈവത്തിൻ തിരുമുമ്പിലവർ പാപികളായി തീർന്നേവം. ദൈവത്തിൻ തിരുസ്വരമെന്ന പറുദീസായിൽ കേട്ടപ്പോൾ ഭേദിയോടാദവും ഹവ്വായും ഓടിയൊളിച്ചതി വേഗമോടി. പഠിച്ചോ പാട്ട്? ടീച്ചർ കൂടെ ചൊല്ലിയില്ലേ? ഒന്നുകൂടെ നമുക്ക് ചൊല്ലാം. ടീച്ചർ ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലാം. ദൈവത്തിൻ തിരുകൽപ്പനകൾ ആദിപിതാക്കൾ ലംഘിച്ചു. ദൈവത്തിൻ തിരുമുമ്പിലവർ പാപികളായി തീർന്നേവം. ദൈവത്തിൻ തിരുസ്വരമെന്ന പറുദീസായിൽ കേട്ടപ്പോൾ ഭേദിയോടാദവും ഹവ്വായും ഓടിയൊളിച്ചതി വേഗമോടി. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാട്ടിലൂടെ ഓർത്തെടുത്തു. ഇനി നല്ല മക്കളായിട്ട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അയക്കണം. മാതാപിതാക്കളെയും ദൈവത്തെയും നമ്മുടെ സഹോദരങ്ങളെയും മുതിർന്നവരെയൊക്കെ അനുസരിച്ച് ദൈവത്തിൻ്റെ നല്ല മക്കളായിട്ട് നമ്മൾ വളരണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല മക്കളായി എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തെ ഓർത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. സങ്കീർത്തനങ്ങൾ 51 അധ്യായം 1 വാക്യം. ഈ ബൈബിൾ വചനം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.